السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഇസ്ലാമിക കേരളത്തിലെ പ്രബുദ്ധരായ പണ്ഡിതന്മാരുടെ ജീവിതത്തെ അയവിറക്കിക്കൊണ്ടുള്ള ഒരു സെഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു പരിപാടി. 1939 കണ്ണൂർ ജില്ലയിലെ പട്ടുവത്ത് കാർഷിക കുടുംബത്തിൽ കർഷകനും പ്രമാണിയുമായ അഹമ്മദ് കുട്ടി ഹാജിയുടെ മകനായി ജനിക്കുകയും 2018 ഒക്ടോബർ 20 ബുധനാഴ്ച ഈ ലോകത്തോട് വിട പറയുകയും ചെയ്ത ഇസ്ലാമിക കേരളം കണ്ട പ്രഗത്ഭനായ ദിശനാശാലിയായ പണ്ഡിതനായിരുന്നു മഹാനായ ഷെയ്ഖുന കൻസുൽ ഉലമ ചിത്താരി ഹംസ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ഏറ്റവും വലിയ ഒരു മാതൃകയായിരുന്നു. എങ്ങനെയാണ് പ്രബുദ്ധത കൈവരിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രബുദ്ധത എന്ന് പറയുന്നത് അയാൾ നേടിയെടുക്കുന്ന ഇൽമ് അഥവാ അറിവാണ്. 10ാം ക്ലാസ് അന്ന് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ SSLC പഠനം പൂർത്തിയാക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിൽ പട്ടുവം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് അറിവ് പഠിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനും സൂഫിയുമായ അബ്ബാസ് മുസ്ലിയാരുടെ അടുക്കൽ ചെന്ന് അറിവ് അന്വേഷിക്കുകയും അത് കഴിഞ്ഞ് തൻ്റെ എളാപ്പയുടെ പുത്രനായ അബ്ദുള്ള മുസ്ലിയാരിൽ നിന്ന് അറിവ് നേടുകയും അബ്ദുള്ള മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ മഹാനായ OK ഉസ്താദിൻ്റെ കുസ്താദായ കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ പോയി പഠിക്കുകയും ചെയ്തു. പിന്നീട് കണ്ണൂർ ജില്ലയിലെ ചാക്യാർകുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് മഹാനായ PA അബ്ദുള്ള മുസ്ലിയാർ ജാമിയ സഅദിയുടെ പ്രിൻസിപ്പാളും കാഞ്ഞങ്ങാട് സംയുക്ത ഖാദിയുമൊക്കെ ആയിരുന്ന PA ഉസ്താദിൻ്റെ ദർസിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വന്ന് പഠിച്ചു. ഹംസ ഉസ്താദിൻ്റെ ബുദ്ധിയും പഠനത്തിലുള്ള താല്പര്യവും കണ്ട് എന്നെക്കാൾ കൂടുതൽ പാണ്ഡിത്യമുള്ള ഒരു ഉസ്താദിൻ്റെ അടുക്കിലേക്ക് ഇവനെ പറഞ്ഞയക്കണം എന്നൊരു താല്പര്യം ബഹുമാനപ്പെട്ട PA ഉസ്താദിനുണ്ടാവുകയും അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ദർസിലേക്ക് വാഴക്കാട്ടേക്ക് ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദിനെ തൻ്റെ ഗുരുവായ PA ഉസ്താദാണ് പറഞ്ഞയക്കുന്നത്. ആ പഠനത്തോടുള്ള അറിവിനോടുള്ള താല്പര്യം കൊണ്ട് പട്ടുവത്തിൽ നിന്ന് കിതാബുകളുടെ വലിയൊരു കെട്ട് തലയിൽ ചുമന്ന് ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് കണ്ണൂർ വരെ നടന്നു 20-22 കിലോമീറ്റർ. അങ്ങനെ ട്രെയിൻ കയറി കോഴിക്കോട് വന്ന് ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് മാവൂര് വഴി പോവേണ്ട, മാവൂരിൽ നിന്ന് കടവ് കടക്കേണ്ട, ആ കടവ് വലിയ പ്രക്ഷുബ്ധമായി അവിടെ പ്രയാസമുണ്ടെന്ന് കേട്ടപ്പോൾ കോഴിക്കോട്ടുനിന്ന് കൊണ്ടോട്ടിയിൽ വന്ന് അവിടുന്ന് വാഴക്കാട്ടേക്ക് പ്രത്യേകമായി ചെന്ന് അവിടുന്ന് കടവ് കടന്ന് വാഴക്കാട് എത്തിയപ്പോൾ 4 അണയാണ് കടത്തുകാരന് കൊടുക്കേണ്ടത്. പക്ഷേ ഇൽമിനോടുള്ള താല്പര്യം കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് 8 അണ കൊടുത്തു. കടത്തുകാരൻ പറഞ്ഞത് കുറച്ച് ഓവറാണല്ലോ. ഉസ്താദ് പറഞ്ഞു, വാഴക്കാട് എത്തിച്ചേരുക എന്നെൻ്റെ സ്വപ്നം നീയാണല്ലോ പൂർത്തിയാക്കി തന്നത്, അതുകൊണ്ട് അതിൽ ബാക്കിയുള്ളതൊക്കെ സിയാദത്ത് എൻ്റെ വകയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. കണ്ണിയത്ത് ഉസ്താദിൻ്റെ ദർസിൽ വന്നു ചേർന്നു. പക്ഷേ നാട്ടുകാരായ ആളുകൾ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇനി പുതിയ കുട്ടികൾക്ക് ഇവിടെ ചെലവ് കൊടുക്കാൻ പറ്റൂല. ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ചെലവ് തന്നിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊണ്ട് ഭക്ഷണം കഴിച്ചോളാം. അങ്ങനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ആദ്യഘട്ടത്തിൽ വാഴക്കാട് ബഹുമാനപ്പെട്ട ഉസ്താദ് കിതാബ് ഓതി പഠിക്കുന്നത്. ഓതി തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് മനസ്സിലായി ഇതൊരു ചെറിയ കുട്ടിയല്ല. അവിടുന്ന് തെർബിയത്ത് ചെയ്തു, വളർത്തി വലുതാക്കി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഫത്വകൾ, ആ ഫത്വകൾ എഴുതി തയ്യാറാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ചിത്താരി ഉസ്താദിനാണ്. പലപ്പോഴും മസ്അലകൾ ചോദിച്ചു വരുന്ന ആളുകളോട് നിങ്ങൾ എന്നെ കാണേണ്ട ഹംസയെ കണ്ടാൽ മതി എന്ന് പറയാറുണ്ട്.
മഹല്ലുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹംസയെ പറഞ്ഞയച്ചു തരാമെന്ന് പറയാറുണ്ട്. 12 കിതാബുകൾ 6 കിതാബുകളാണ് വാഴക്കാട്ട് ഉസ്താദ് ഓതുന്നെങ്കിൽ 12 കിതാബ് ഓതിക്കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഹംസ ഉസ്താദിനെ ഏൽപ്പിച്ചു. നിങ്ങൾ നോക്കണം, അത് വല്ലാത്തൊരു ഓത്താണ്. രാവും പകലുമില്ലാത്ത ഓത്ത്, റമദാനും ശഅബാനും ഇല്ലാത്ത ഓത്ത്, പെരുന്നാളും നോമ്പുമില്ലാത്ത ഓത്ത്. ബഹുമാനപ്പെട്ട ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, ശറവുൽ മുഅല്ലഖയും ഫത്ഹുൽ ഖയ്യൂം ഒക്കെ ഞാൻ കണ്ണിയമ്മൊയിലാറെ കൊണ്ടോതിയത് പെരുന്നാളിൻ്റെ ദിവസമാണ്. നിങ്ങൾ ചിന്തിക്കണം, മറ്റു കുട്ടികൾ പെരുന്നാൾ ലീവിന് നാട്ടിൽ പോകുമ്പോൾ റമദാനിലും പെരുന്നാളിലുമെല്ലാം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ അവിടെ നിന്ന് പിന്തുടർന്നവരെ വീട്ടിൽ വെച്ച് ഓതി പഠിച്ചു വലുതായി ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ. സ്വന്തം പെങ്ങളുടെ കല്യാണത്തിനുള്ള ആ ഒരു അപേക്ഷ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആ കത്തിന് മറുപടി എഴുതിയത്, വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, പെങ്ങൾക്ക് കൈ കൊടുക്കേണ്ടത് ഞാനാണ്, പക്ഷേ ഹംസ വരണമെങ്കിൽ റമദാന്റെ തൊട്ട് മുമ്പ് ശഅബാൻ ഒടുവിൽ നിങ്ങൾ കല്യാണം വെക്കുകയാണെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഹംസനെ കിട്ടൂല. നിങ്ങൾ മനസ്സിലാക്കണം, അറിവിനോടുള്ള അങ്ങേയറ്റത്തെ താല്പര്യം കൊണ്ട് ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ പഠിച്ചുയർന്നു. പിന്നീട് ദാറുൽ ഉലൂമിൽ പോയി, ദുയൂബന്തിൽ പോയി. അവിടുന്ന് പോയി വന്നതിന് ശേഷവും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് വന്ന് ഫത്ഹുൽ മുഈൻ ഓതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അറിവ്, അതിൻ്റെ വിശാലത, അത് എത്ര വലുതാണ് ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ സമയമില്ല. കിതാബുകൾ നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട ഉസ്താദ് ഓതിയ കിതാബ് ഏതാണ്ട് മുഴുവൻ ഹിഫ്ളാണ്. ഉസ്താദ് ഓതുന്ന ഏത് കിതാബിൽ വരുന്ന ആയത്തുകൾ മുഴുവനും കാണാതെ പഠിക്കും, അതിൽ വരുന്ന ശറഹ് ബൈത്തുകൾ കാണാതെ പഠിക്കും, അതിൽ വരുന്ന ചരിത്രങ്ങൾ കാണാതെ പഠിക്കും. എല്ലാ സമയത്തും കിതാബിലുള്ള ബൈത്തുകൾ ഇങ്ങനെ കാണാതെ ചൊല്ലാറുണ്ട്. ആയത്തുകൾ ഇങ്ങനെ ഓതുന്നത് കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു ഖുർആൻ ഹാഫിളാണോ എന്ന് ഞങ്ങളൊക്കെ സംശയിച്ചു പോവാറുണ്ട്. അവിടുന്ന് പറയും, ഞാൻ ഓതുന്ന കാലത്ത് ഈ ആയത്ത് മുഴുവനും ഞാൻ കാണാതെ പഠിച്ചതാണ്. അങ്ങനെ ഖുർആനിലെ ഏതാണ്ട് എല്ലാ ആയത്തുകളും, പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന് ഹിഫ്ളാണ്. എല്ലാ ദിവസവും രാത്രി സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു ജുസ് ഖുർആൻ ഓതാതെ അവിടുന്ന് ചായ കുടിക്കാറില്ല. പരിശുദ്ധ റമദാനിൽ 5 ഖത്മ് ഖുർആൻ ഓതി തീർക്കും. പരിശുദ്ധ ഖുർആനോടുള്ള അങ്ങേറ്റത്തെ ബഹുമാനവും ആദരവും കൊടുത്ത ജീവിതത്തിൽ കാണാം. എല്ലാ സമയത്തും കയ്യിലൊരു മുസഹഫ് ഉണ്ടാകും. അങ്ങനെ ഖുർആനും ദിക്റും സലാത്തും ഇൽമുമായി ജീവിച്ച ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദിൻ്റെ ദൈക്ഷണിക ലോകം എന്ന് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും പണ്ഡിതന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ അറിവും പാണ്ഡിത്യവും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതാണ് ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദിൻ്റെ ദൈക്ഷണികത നമുക്ക് കാണിച്ചു തരുന്നത്. ഓതുന്ന കാലത്ത് തന്നെ വാഴക്കാട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ നാട്ടിലുള്ള മദ്രസ വഹാബികൾ തട്ടിയെടുത്തപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, എൻ്റെ നാട്ടിലൊരു മദ്രസ ഉണ്ടാക്കണം. ഓതുന്ന കാലത്ത് മുത്താലിമായ ചിത്താരി ഉസ്താദ് വെള്ളിയാഴ്ച വയലിന് പോയി ആ വയലിലൂടെ സമാഹരിച്ചു കൊണ്ടുവന്ന കാശ് കൊണ്ടാണ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ വീടിൻ്റെ സമീപത്ത് ഇന്നും നിലകൊള്ളുന്ന അസാസുൽ ഇസ്ലാം എന്ന് പറയുന്ന മദ്രസ, അത് ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഉസ്താദ് വെറും ദർസ് മാത്രമല്ല, ശക്തമായ ഭാഷയിൽ സാമൂഹ്യ ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അരുതായ്മകൾക്കെതിരെ, തിന്മകൾക്കെതിരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച പണ്ഡിതനാണ്. 1984 ഫറോക്കിൽ വെച്ച് നടന്ന സുന്നി സമ്മേളനത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഇസ്ലാം എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് നടത്തിയ പ്രഭാഷണമായിരുന്നു ഐക്യാസ മുസ്ലിയാരുടെ അവസാന കാലഘട്ടത്തിൽ 82 ആ പ്രസംഗമായിരുന്നു ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദിനെ സമസ്തയിലേക്കും നമ്മുടെ സംഘടനയിലേക്കും കൊണ്ടുവന്നത്. അവിടുന്ന് അടങ്ങി നിന്നിട്ടില്ല. ഖാദിയാനികൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിസത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരിശിലേറ്റപ്പെട്ടിട്ടില്ല. വമാ സലബൂഹു വമാ ഖതലൂഹു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ അപരാധം പറഞ്ഞുണ്ടാക്കിയതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ശക്തമായ ഭാഷയിൽ ഇസ്ലാം എന്താണ്, ക്രിസ്ത്യാനിസം എന്താണ് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ആ മലയോര പ്രദേശങ്ങളിൽ 54 മഹല്ലുകൾ ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് പ്രഭാഷണത്തിലൂടെ തിരിച്ചു പിടിച്ചു. അവിടെ പള്ളിയുണ്ടാക്കി, മദ്രസകളുണ്ടാക്കി. മുസ്ലിം ലോകത്തിന് മാതൃകയായ ഏറ്റവും വലിയ പ്രവർത്തനമാണ്
ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് ചെയ്തത്. കണ്ണൂർ നഗരത്തില് മൈതാനി മക്കാം എന്ന് പറയുന്നൊരു മക്കാമുണ്ട്. അവിടെ നേർച്ച നടക്കാറുണ്ട്. ആ നേർച്ചയുടെ പേരിൽ നടക്കുന്ന ചന്തകൾ, അനാചാരങ്ങൾക്കെതിരെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരൊറ്റ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിന് ശേഷം പിന്നെ ആ ചന്ത അവിടെ പിന്നെ നടന്നിട്ടില്ല. കണ്ണൂരിലെ ക്യാമ്പസാർ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് 7 ദിവസത്തെ പ്രഭാഷണം നടത്തി. ഇൽമിൻ്റെ മാഹാത്മ്യം എന്നതായിരുന്നു വിഷയം. ആ പ്രഭാഷണത്തിൻ്റെ ഫലമാണ് ഒട്ടനവധി പണ്ഡിതന്മാർ സംഭാവന ചെയ്ത ക്യാമ്പസാറിലെ ദർസ്. കണ്ണൂർ ജില്ലയിലെ അൽമഖർ, ജാമിയ സഅദിയ, ഇന്നും കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അൽ അബ്റാർ, ഇതെല്ലാം ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദിൻ്റെ ദൈക്ഷണികമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി മുസ്ലിം ലോകത്തിന് കാണാൻ മാത്രമുള്ള ഏറ്റവും വലിയ മനോഹരമായ സൗധങ്ങളാണ്. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു പണ്ഡിതൻ ആരാവണം? ഒരു പണ്ഡിതൻ ഇവിടെ എന്തൊക്കെ ഉത്തരവാദിത്തമുണ്ട്? ഒരു പണ്ഡിതൻ ഈ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യണം? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കൻസുൽ ഉലമ. അവിടുന്ന് സംഘടന വിട്ടിട്ടൊരു കളിയും നടത്തിയിട്ടില്ല. അവിടുന്ന് പറയാറുണ്ട്, ഞാൻ ഒരുപാട് സ്ഥാപനമുണ്ടാക്കിയ ആളാണ്. സ്ഥാപനവും സംഘടനയും തമ്മിൽ എതിരാകുമ്പോൾ ഞാൻ സംഘടനയുടെ പക്ഷത്ത് നിൽക്കും. ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറയാറുണ്ട്, ഈ 1989 ഈ പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടായ സമയത്ത് നമുക്ക് ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് എൻ്റെ മുമ്പിൽ താജുൽ ഉലമയും, എൻ്റെ വലതുഭാഗത്ത് MA ഉസ്താദും, ഇടതുഭാഗത്ത് ചിത്താരി ഉസ്താദും, ആ പർവ്വത സമാനമായ 3 മഹാന്മാർ നിന്നതുകൊണ്ടാണ് ഈ സത്യപ്രസ്ഥാനം പ്രതിസന്ധികളിൽ ഉലഞ്ഞു പോവാതെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അനുസ്മരിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ഇല്ലാത്ത ഒരു പ്രസ്ഥാനം ഞാൻ ഓർക്കുകയാണ്. SYSൻ്റെ 60ാം വാർഷിക സമ്മേളനം എടരിക്കോട് നടക്കുമ്പോൾ തീരെ സുഖമില്ലാത്ത ഘട്ടത്തിൽ 2 ആളുകളുടെ തോളത്ത് കൈവച്ചുകൊണ്ടാണ് മഹാനായ കൻസുൽ ഉലമ പ്രസംഗിക്കാൻ വേണ്ടി വന്നത്. ആ എടരിക്കോട്ട് വെച്ച് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട SYSൻ്റെ മക്കളെ, ഇനി നിങ്ങളിലാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഞങ്ങളുടെ ഊർജം വറ്റിപ്പോയി, ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സമയം കഴിഞ്ഞുപോയി. നിങ്ങൾ സജീവമായി പ്രവർത്തിക്കുക. ഞങ്ങൾക്ക് പറയാനുള്ളത്, മഹാനായ താജുൽ ഉലമയും, കൻസുൽ ഉലമയും, നൂറുൽ ഉലമയും, സുൽത്താനുൽ ഉലമയും ഞങ്ങളെ ഏൽപ്പിച്ച ഈ ദൗത്യം ഞങ്ങളുടെ റൂഹ് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിരിയുന്നത് വരെ ഞങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.